ഹലോ, വെൽക്കം ടു അവർ ചാനൽ മെഡ്ടെക് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കോടൻ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഒരു 10 കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു അര ചെറുനാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഉരലിലാണ് പേസ്റ്റ് ആക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഉരലിലാണ്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റാം. സോ ഇതിലായിട്ട് ആദ്യമായി ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ്, അധികം നമ്മൾ പേസ്റ്റ് ആക്കിയില്ല, ഒരു ഉരലിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അര ചെറുനാരങ്ങ നമ്മളെടുത്തത് അതിൻ്റെ നീര് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവർ നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം, കൂടുതലാവരുത്. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലവർ മാത്രമായിട്ട് സെപ്പറേറ്റായിട്ട് ചിക്കൻ അടർന്ന് വീണ് ഒരു ഒരു പ്രോബ്ലം ആവും. സോ നമ്മൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ മസാലകളൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഇത് മാരിനേറ്റ് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലാകുമ്പോൾ ഇത് നന്നായിട്ട് ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കും. അത് നല്ലൊരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിക്കനിലേക്ക് അത് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഇതിലായിരിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി, ഓവറായിട്ട് കരിക്കൊന്നും വേണ്ട. സോ ഇത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത് ക്ലിയറായിട്ട് നമ്മൾ കോരി മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ മനസ്സിലാക്കാം, നമുക്ക് അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറി വരുന്നുണ്ട്. പച്ചമുളകൊക്കെ പെട്ടെന്ന് ഓയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറി വരും. പിന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് സ്റ്റിഫായി വരുന്നുണ്ട്. സോ ഇത് 4ഉം ഞാൻ ഒരുമിച്ചാണ് ആഡ് ചെയ്തത്. വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറ്റി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ നേരം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സോ ഇത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് കിട്ടണം. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചത്. അതിനുശേഷം നമ്മൾ 2 സെറ്റായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്കായിട്ട് നമ്മൾ 500 ഗ്രാം ചിക്കൻ മാത്രമാണ് എടുത്തത്. സോ ഇതിപ്പോൾ 1 കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള മസാലേൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ജസ്റ്റ് കൂട്ടിയാൽ മതി അതിൻ്റെ അളവിനനുസരിച്ചിട്ട്. ഇത് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. പക്ഷേങ്കിൽ കരിയാൻ പാടില്ല. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് വെക്കുക. ഇത് ഇപ്പോൾ എണ്ണ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം മാറി വരുന്നുണ്ട്. സോ
സോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. പിന്നെ ഒരു അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധികം മസാല ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓവറായിട്ടുള്ള എരിവും കാര്യങ്ങളൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിലേക്ക് കമൻറ്റ്സ് ആഡ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അധികം സമയമൊന്നും എടുക്കില്ല. സോ ഇത് നമ്മൾ രണ്ടാമത്തെ സെറ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആഡ് ചെയ്ത് പിന്നെ കരിയുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കറക്റ്റായിട്ട് വേവുന്നത് വരെ, നന്നായിട്ട് വേവുന്നത് വരെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. സാധാരണ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ സെയിം ടൈപ്പുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. കൂടുതൽ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഒരു നോർമലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് കാണാൻ പറ്റുക. കൂടുതലായിട്ട് കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചുവപ്പ് കളറിലുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടുക. നമ്മൾ കൂടുതൽ എല്ലാം നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മുളക് പൊടി ആയിക്കോട്ടെ, മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൊടിച്ചെടുത്തതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇത് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കറിവേപ്പിലയും പച്ചമുളകും തേങ്ങാക്കൊത്തും വെളുത്തുള്ളിക്കും ഒന്നുകൂടെ നമ്മൾ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് അത് കോരിയെടുത്ത് ചിക്കൻ്റെ മുകളിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. നമുക്ക് മെയിനായിട്ട് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ള ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. ഹാവ് എ ഗുഡ് ഡേ.